എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ചാനൽ തുടർന്ന് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരുപാട് നന്ദി. നിങ്ങൾ പുതിയതായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സ്വാഗതം. ഞാൻ ഇവിടെ സീക്രട്ട് എന്ന പുസ്തകത്തിൻ്റെ മലയാള വിവർത്തനമാണ് വായിക്കുന്നത്. ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്തിനുള്ള രഹസ്യം എന്ന 8ാമത്തെ ചാപ്റ്ററാണ്. ഓരോ ചാപ്റ്ററിലെ വീഡിയോസും ഞാൻ പ്ലേലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് കാണാൻ താല്പര്യമുള്ളവർ ഒന്ന് പോയി കാണണേ. ഞാൻ തുടർന്ന് വായിക്കുകയാണ്. മൈക്കൽ ബെർണാഡ് ബെക്വിത്ത് ഇങ്ങനെ പറയുന്നു: രഹസ്യം പഠിപ്പിക്കുന്നതിൽ ഏറ്റവും മനോഹരമായ കാര്യം ഈ പ്രപഞ്ചത്തിൽ എല്ലാവർക്കും വേണ്ടുവോളം വാരിയെടുക്കാൻ ആവശ്യമായതിലും എത്രയോ അധികം സമ്പത്തുണ്ട് എന്നതാണ്. മനുഷ്യ സമൂഹത്തിൻ്റെ മനസ്സിനുള്ളിൽ ഒരു വൈറസ് പോലെ പ്രവർത്തിക്കുന്ന ഒരു നുണ ഉണ്ട്. എല്ലാവർക്കും മതിയാവുന്നത്ര ഇവിടെയില്ല. പോരായ്മയും പരിമിതിയും ഉണ്ട്. എല്ലാവർക്കും തികയില്ല. ഈ നുണ ആളുകളെ ഭയവും ആർത്തിയും പിശുക്കും ഉള്ളവരാക്കുന്നു. ഭയത്തിൻ്റെയും ആർത്തിയുടെയും പിശുക്കിൻ്റെയും ചിന്തകൾ അവരുടെ അനുഭവങ്ങളാകുന്നു. ലോകമാകെ ഒരു പേക്കിനാവിൽ പെട്ടുഴലുന്നു. എന്നാൽ വാസ്തവത്തിൽ ഈ പ്രപഞ്ചത്തിൽ എല്ലാവർക്കും വേണ്ടതിലും എത്രയോ അധികമുണ്ട്. സർഗാത്മകമായ ആശയങ്ങൾ ധാരാളമുണ്ട്. ശക്തി ധാരാളമുണ്ട്. സ്നേഹം ധാരാളമുണ്ട്. ആഹ്ലാദം ധാരാളമുണ്ട്. പരിമിതികൾക്ക് അതീതമാണെന്ന് സ്വയം ബോധ്യപ്പെടുത്തുന്ന മനസ്സിൽ ഇതെല്ലാം സംഭവ്യമാകുന്നു. ഒന്നും വേണ്ടുവോളമില്ല എന്ന് ചിന്തിക്കുന്നവർ ബാഹ്യമായ ചിത്രം മാത്രം കാണുകയും എല്ലാം പുറത്തുനിന്നാണ് വരേണ്ടത് എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നവരാണ്. അങ്ങനെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് പോരായ്മയും പരിമിതിയും മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഒന്നും തന്നെ പുറത്തുനിന്ന് സൃഷ്ടിക്കപ്പെട്ട് വരുന്നില്ല. എല്ലാം ആദ്യം മനസ്സിൽ ചിന്തിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് ഉണ്ടാകുന്നത്. എല്ലാത്തിനെയും സൃഷ്ടിക്കുന്ന സർഗശക്തി നിങ്ങളുടെ മനസ്സാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് പോരായ്മ ഉണ്ടാവുക? നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള കഴിവിന് പരിധിയില്ല. അതുകൊണ്ട് തന്നെ ചിന്തയിലൂടെ നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾക്കും പരിധിയില്ല. ഇത് എല്ലാവർക്കും ബാധകമാണ്. നിങ്ങൾ ഇത് ശരിക്കും മനസ്സിലാക്കിയാൽ പരിധികൾക്ക് അതീതമെന്ന് സ്വയം തിരിച്ചറിയുന്ന മനസ്സുകൊണ്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയും. ജെയിംസ് റേ പറയുന്നു: ഭൂഗോളത്തിൽ ഇന്നോളം ജീവിച്ചിരുന്ന എല്ലാ ആചാര്യന്മാരും പറഞ്ഞു തന്നിട്ടുള്ളത് ജീവിതം സമൃദ്ധമായിരിക്കണം എന്നാണ്. സമൃദ്ധിയെക്കുറിച്ച് ചിന്തിക്കുക, സമൃദ്ധി കാണുക, സമൃദ്ധി അനുഭവിക്കുക, സമൃദ്ധിയിൽ വിശ്വസിക്കുക എന്നതാണ് ഈ നിയമത്തിൻ്റെ സത്ത. പരിമിതികളെക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരാൻ അനുവദിക്കരുത്. റോബർട്ട് കോളിയറിൻ്റെ വാക്കുകളാണിത്. ഇന്നത്തെ വായന ഞാൻ ഇവിടെ നിർത്തുകയാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്